ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി നോക്കാം. ചിക്കൻ തെക്കീറ്റോസ്. ഇഫ്താറിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. നമുക്ക് ലെഫ്റ്റ് ഓവർ ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ ചിക്കൻ ബോയിൽ ചെയ്ത് ഷ്രെഡ് ചെയ്യുന്ന സ്റ്റെപ്പ് കൂടി കാണിക്കുന്നുണ്ട്. ഞാൻ ഒരു ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് അതിനെ ഒന്ന് ബോയിൽ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് ഒരു 10 മിനിറ്റ്സ് കുക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ കാണുന്ന ഇമ്പ്യൂരിറ്റീസൊക്കെ നമ്മളൊന്ന് എടുത്ത് മാറ്റുകയാണ്. പിന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം സവാളയും ഒരു 2 വലിയ ഗാർലിക്കും കൂടി ഇടുന്നുണ്ട്. അത് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇടുന്നതാണ്. ഇത് കുക്കറിൽ വെച്ചിട്ടും ചെയ്യാം കേട്ടോ, ഞാനിങ്ങനെ ചെയ്തതേ ഉള്ളൂ. പിന്നെ അത് കുക്കായി കഴിഞ്ഞാൽ ചൂടോട് കൂടി തന്നെ നമ്മളിതിനൊന്ന് ഷ്രെഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിംഗ് ഒന്ന് തയ്യാറാക്കി എടുക്കാം. ഒരു പാൻ ചൂടാക്കി കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു 1 or 2 മിനിറ്റ്സ് വഴറ്റിയെടുത്താൽ മതി. അതിനുശേഷം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക് ഒരു 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഒന്ന് ചെറുതായി വഴറ്റി കഴിഞ്ഞാൽ നമുക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പാപ്രിക്ക, ഉപ്പ് ആണ് ഇട്ടിട്ടുള്ളത്. പാപ്രിക്കയ്ക്ക് പകരം നിങ്ങൾക്ക് ചില്ലി പൗഡർ ആഡ് ചെയ്യാം. അതും ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഇറക്കി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്രീം ചീസും മോസറല്ല ചീസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് പെപ്പർ പൗഡറും കൂടി ഇട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഇനി വേണ്ടത് ടോർട്ടിയാസ് ആണ്. അപ്പോൾ അതിനെ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഞാനിവിടെ പാനിൽ വെച്ചിട്ടാണ് ചൂടാക്കുന്നത്. ജസ്റ്റ് ഒരു ഫ്യൂ സെക്കൻഡ്സ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. പാക്കേജ് ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇതിനെ മൈക്രോവേവ് ചെയ്തിട്ടും എടുക്കാൻ പറ്റും കേട്ടോ. ഇനി ചൂടാക്കിയതിന് ശേഷം നമ്മൾ ഒരു കിച്ചൺ ടവൽ വെച്ചിട്ട് ഇതിനെ കവർ ചെയ്ത് വെക്കണം. ടോർട്ടിയാസ് ആവശ്യത്തിനുള്ള ടോർട്ടിയ എടുത്തിട്ട് അതിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് സെക്യൂർ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അത് ഓപ്പൺ ചെയ്യില്ല. ഞാനിവിടെ ഫ്രൈ ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കുന്നത്. ഇതേപോലെ ഓയിൽ ചൂടാക്കി നമ്മളിതിനെ 2 ഭാഗം ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ഓയിൽ യൂസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ എയർ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഇത് റോൾ ചെയ്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഓയിൽ സ്പ്രേ ചെയ്യുക. അതിനുശേഷം 180 ഡിഗ്രിയിൽ 15 to 20 മിനിറ്റ്സ് എയർ ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ടെക്കീറ്റോസ് നമുക്ക് തയ്യാറാക്കി എടുക്കാം. സെർവ് ചെയ്യുന്നതിന് മുന്നേ ടൂത്ത് പിക്ക് റിമൂവ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിൾ റെസിപ്പിയാണ്. ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.